ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അതേ ഒരു ദിവസം കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി കപ്പലിൽ കയറി. സുബ്ഹാനല്ലാഹ്, കപ്പൽ ഇങ്ങനെ നീങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. നീങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോ നന്നായി ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുമ്പോ അയാൾക്ക് യർഹമുക്കല്ലാഹ് എന്ന് പറയാന് മടി കാണിക്കുന്നവരില്ലേ, അവർക്ക് വലിയ പാഠമുള്ള ചരിത്രമാണ്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു കപ്പൽ ഇങ്ങനെ പുറപ്പെടാൻ നിൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് കടൽക്കരയിൽ നിന്ന് ഒരാള് തുമ്മിയതിനു ശേഷം അൽഹംദുലില്ലാഹ് പറയുകയാണ്. അത് കപ്പലിൽ നിന്ന് കേൾക്കുകയാണ് സയ്യിദുനാ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, കപ്പലുകാരനോട് പറഞ്ഞു, കപ്പലൊന്ന് നിർത്തണോ, കപ്പലൊന്ന് നിർത്തിയേ മതിയാകൂ. ആളുകളൊക്കെ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനോട് ചൂടാകാൻ തുടങ്ങി. ഇതെന്ത് പരിപാടിയാണ്? കപ്പൽ മുന്നോട്ടെടുക്കുമ്പോ കപ്പൽ നിർത്താൻ വേണ്ടി പറയുന്നത് എന്തിനാണ്? ഒരാള് കരയിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അയാളോട് എനിക്ക് യർഹമുക്കല്ലാഹ് പറയണോ? സുബ്ഹാനല്ലാഹ്, കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോ കപ്പൽ കുറെ ദൂരത്തല്ലേ ഉണ്ടാവുക. കരയിലേക്ക് പോകണമെങ്കിൽ തോണി വേണമല്ലോ. തോണിക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എന്നൊന്ന് കരയിലെത്തിച്ചു തരുമോ? തോണിക്കാരൻ പറഞ്ഞു, ഞാൻ കരയിലെത്തിച്ചു തരാം. എത്രയാണ് അതിന് പണം വേണ്ടത്? അപ്പൊ തോണിക്കാരൻ പറഞ്ഞു, എനിക്കൊരു ദിർഹം വേണം. ഒരു ദിർഹം തന്നാൽ എന്നെ കരയിലെത്തിച്ച് എന്നെ തിരിച്ച് കപ്പലിലെത്തിക്കുമോ? അതെ, ഞാൻ എത്തിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, കപ്പലുകാരനതാ കപ്പലിൽ നിന്ന് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തോണിയിൽ കയറുകയാണ്, കരയിൽ ചെല്ലുകയാണ്. എന്നിട്ട് കരയിലുള്ള ആളോട് ചെന്നിട്ട് പറയുകയാണ്, യർഹമുക്കല്ലാഹ്. ആ ചോദ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞ അയാൾക്ക് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് ദുആ ചെയ്തപ്പോ അദ്ദേഹം തിരിച്ചു ദുആ ചെയ്തു, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. സുബ്ഹാനല്ലാഹ്, ആ ദുആയും തിരിച്ചു കിട്ടിയതിനു ശേഷം മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു കപ്പലിലേക്ക് തിരിച്ചു വരികയാണ്. കപ്പലിലേക്ക് ഇങ്ങനെ കയറുമ്പോ മഹാനവറുകൾ ഒരു അശരീരി കേൾക്കുകയാണ്, യാ അഹ്ലസ് സഫീന, ഓ കപ്പലുകാരെ, ഇന്ന അബാ ദാവൂദ ഇഷ്തറൽ ജന്ന മിനല്ലാഹി ബിദിർഹം. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു ദിർഹം കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അതിനു വേണ്ടി കരയിലേക്ക് പോകുമ്പോ മഹാനവറുകളെ കളിയാക്കിയ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താണ് ഈ കേൾക്കുന്നത്? ഒരു ദിർഹം ചെലവാക്കിയിട്ട് സ്വർഗം വാങ്ങിയിരിക്കുകയാണ് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ഒരു അൽഹംദുലില്ലാഹും നിസ്സാരമല്ല, ഒരു യർഹമുക്കല്ലാഹും നിസ്സാരമല്ല, ഒരു യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും എന്ന് പറയുന്ന ഒരു ദുആയും നിസ്സാരമല്ല, വലിയ ഗൗരവമുള്ളതാണ്. അത് എല്ലാവരും കൃത്യമായി പറയണം. അൽഹംദുലില്ലാഹ് എന്ന് തുമ്മിയാൽ പറയണം. അത് കേൾക്കുന്നവർ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. പിന്നെയും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ് എന്ന് ഹലോ മോട്ടോ യർഹമുക്കല്ലാഹ് എന്ന് ദുആ ചെയ്തയാൾക്ക് പിന്നെയും ദുആ ചെയ്യണം. യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും. ഒരു ചെറിയ നിസ്സാരമായ കാര്യമാണ് എന്ന് നമ്മൾ കരുതുന്ന കാര്യം പോലും ഇസ്ലാമിൽ വലുതാണ്, വലിയ ഗൗരവമുള്ളതാണ്, വലിയ മഹത്വമുള്ളതാണ്, വലിയ പരിഗണിക്കേണ്ടതാണ്.
അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു ദിർഹം ചെലവാക്കിയിട്ട് സ്വർഗം വാങ്ങാൻ കാരണമായത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞയാൾക്ക് യർഹമുക്കല്ലാ എന്ന് പറയാൻ കരയിലേക്ക് പോയതാണെങ്കിൽ ചിന്തിക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ധാരാളം നന്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാനും ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാനും അത് ജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ മദനീയ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ.